മക്കള് പറയുന്നത് കൊണ്ട് കേട്ടോ, സന്ദർഭത്തിനോട്ടൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോഴുള്ള അതിന് കൊടുത്ത വയസ്സല്ല ഞങ്ങളത്. ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. സ്വന്തം മാതാപിതാക്കളെയാണോ പറയുന്നത്? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. +2 കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണേ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഞങ്ങൾ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ ഞങ്ങൾ പറഞ്ഞ അതേ ഇതിൽ മനസ്സിനെ വേദനിപ്പിക്കേണ്ട അത് കഴിഞ്ഞിട്ട് ഇവര് ഇവർക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നിലവിൽ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആദ്യത്തെ അതേ സ്വഭാവത്തിൽ നമ്മൾ അടിക്കും. സ്വന്തം മാതാപിതാക്കളെ കുറിച്ചാ ഇന്നലെ കണ്ടുകിട്ടിയ 2 പെൺകുട്ടികൾ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പാണിത് പുറത്തു വന്നത്. ഇത് കേട്ടപ്പോ വല്ലാണ്ട് എന്നെ മനസ്സിനെ വേദനിപ്പിച്ചു. ഒരു പിതാവ് എന്ന നിലയിലായിരിക്കും എനിക്ക് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകാം ചിലപ്പോ. എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പ്രായത്തിലുള്ള കുട്ടികളോടൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്നെ പോലത്തെയും നിങ്ങളെ പോലത്തെ മാതാപിതാക്കളോട് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും നിങ്ങളെ 100 കിട്ടിയാൽ 50 കടം വാങ്ങി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസത്തിനും ഈ അവരുടെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്ന മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ചെയ്തുകൂടാ. നിങ്ങളുടെ വാർദ്ധക്യത്തിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങളെ പൈസ മാറ്റി വെക്കുക തന്നെ ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 75 നിങ്ങളുടെ കടമകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവായിക്കോ. ആ 25എങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനും ഒക്കെ ഇതേപോലെ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ ഇതിലപ്പുറവും ഞാനും നിങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നുള്ള ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. പിന്നെ നമ്മൾ അന്നേരം നമ്മുടെ എല്ലാ ആയുസിൻ്റെ 3/4 ഭാഗവും അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇതേപോലെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക വിഷമം കുറഞ്ഞു കിട്ടുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.